Hi guys, welcome back to another video of Beginner to Advanced Master Class. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയും എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോർമാറ്റിംഗ് ആണ്, ഡേറ്റ ഫോർമാറ്റിങ്ങിനുള്ള ഡേറ്റ ഫോർമാറ്റിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് സോർട്ട് ചെയ്യാം, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ സോർട്ട് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് സോർട്ടിങ്, ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ വെച്ചാണ് നമ്മളിന്ന് സോർട്ടിങ് ചെയ്യുന്നത്. സോർട്ടിങ് എടുക്കാനായിട്ട് 3 രീതികളാണുള്ളത്. ഹോം ടാബിൽ നിന്നും നമുക്കിവിടെ സോർട്ടിങ് ആൻഡ് ഫിൽട്ടർ കാണാം, അല്ലെങ്കിൽ ഡേറ്റയിൽ നമുക്ക് സോർട്ടിങ് ചെയ്യണം. അതും അല്ലെങ്കിൽ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോർട്ടിങ്. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് സോർട്ടിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ സോർട്ടിങ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ സെലക്ട് ചെയ്യണം. ഇവിടെ ഒരു ടേബിളാണ്, അതായത് ഓരോ റോസും അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ മന്ത് ഫസ്റ്റ് ഫെബ്രുവരിയിൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ടൈപ്പ് നോ എന്ന് പറയുന്ന ടൈപ്പിൽ 1050 രൂപ. അപ്പം നമുക്ക് സോർട്ട് ചെയ്യുമ്പം ഈ ഡേറ്റ എല്ലാം അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് സോർട്ട് ആവണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യണം. നമ്മൾ 1-2 കോളം മാത്രം സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് തെറ്റിപ്പോവും. അതിനായിട്ട് നമ്മൾ ഈ കോളം ഫുള്ള്, ഈ ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യണം. കൺട്രോൾ ചെയ്ത് ഡേറ്റ എന്ന് പറയുന്ന ടാബിൽ നിന്ന് സോർട്ട് എടുക്കുകയാണ്. ഈ വിൻഡോയിൽ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ മൈ ഡേറ്റ ഹാസ് ഹെഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമ്മളിവിടെ സോർട്ട് ബൈ കണ്ടല്ലോ ഹെഡിങ്സ് വരത്തുള്ളൂ. മന്ത്, സെയിൽസ്, ടൈപ്സ്, ഇതൊക്കെ ഹെഡിങ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് എനേബിൾ ആയിരിക്കണം. ഇനി ഇത് എനേബിൾ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. കണ്ടോ, സോർട്ട് എന്ന് പറയുന്നത് കോളം CDE ഇങ്ങനെയാണ് വരുന്നത്. നമുക്കത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ എപ്പോഴും എനേബിൾ ആക്കി ഇടുക. അതിനുശേഷം സോർട്ട് ബൈ, നമുക്കിവിടെ ഉദാഹരണമായിട്ട് നമുക്കിവിടെ എമൗണ്ട് എടുക്കാം. സോർട്ട് ബൈ എമൗണ്ടിനെ നമുക്ക് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലോട്ട് സെലക്ട് ആക്കാം. എമൗണ്ട് സെലക്ട് ചെയ്തു, സെൽ വാല്യൂ സെലക്ട് ചെയ്തു, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ കാണാം സോർട്ട് ചെയ്ത ഉടനെ തന്നെ ഡേറ്റാസ് എല്ലാം അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടനുസരിച്ച് മാറിയിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എമൗണ്ട് അസെൻഡിങ് ഓർഡറിലാക്കുക എന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇൻ ഡിസെൻഡിങ് ഓർഡർ, അതായത് ടൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോളം ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അതിനായിട്ട് വീണ്ടും നമ്മൾ കോളം ടേബിള് ഫുള്ള് സെലക്ട് ചെയ്യണം, കൺട്രോൾ A. അതിനുശേഷം നമുക്ക് ഹോമിൽ നിന്ന് സോർട്ട് കസ്റ്റം സോർട്ട് എടുത്തു. ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ആദ്യത്തെ കണ്ടീഷൻ അവിടെ തന്നെയുണ്ട്, എന്താണ്, എമൗണ്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് വരണം. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് എടുത്തതിന് ശേഷം സെൽ വാല്യൂ അത് തന്നെയാണ്. ഇവിടെ എന്താണ്, ഡിസെൻഡിങ് ഓർഡറാണ്. ഓക്കെ. പക്ഷേ ഇവിടെ നമുക്ക് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അതാണ്, നമ്മുടെ സോർട്ടിങ്ങിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, എമൗണ്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിൽ തന്നെ വരണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ടൈപ്പ് Z2A. അപ്പം ആദ്യത്തെ കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പം ആദ്യത്തെ കണ്ടീഷനാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയ മാറ്റമൊന്നും കാണാനായിട്ട് സാധിക്കാത്തത്. ഇനി പറയുന്നത് ചേഞ്ച് ഫോൺ കളർ ഓഫ് സം സെയിൽസ്മാൻ ആൻഡ് ദെൻ സോർട്ട് ബൈ ഫോണ്ട് കളർ. അപ്പം നമ്മുടെ സെയിൽസ്മാൻ്റെ ഏതെങ്കിലും ഒരു ഫോണ്ട് കളർ മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ ഉദാഹരണം ബാലൂനെ എടുക്കാം. ബാലൂണിൻ്റെ ഇവിടെ ഫോണ്ട് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. നമുക്കത് റെഡ് ആക്കി കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്നു, റെഡ് ആക്കി കൊടുത്തു. ഇനി എല്ലായിടത്തും നമ്മൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് വീണ്ടും ഹോമിൽ പോയി ഫോണ്ട് കളർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തവണ നമ്മൾ ഫോണ്ട് കളർ ഫിക്സ് ചെയ്തു. ഇനി ബാലൂവിൽ വരിക, F4 പ്രസ് ചെയ്യുക. F4 ബാലൂനെല്ലാം നമ്മൾ റെഡ് കളർ കൊടുത്തു.
ഇനി ഇങ്ങനെ കൊടുക്കാം. ഇതൊരു ചെറിയൊരു ടേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിച്ചത്. അതേസമയം ഇതൊരു 100 1000 ഡേറ്റാസ് ഉള്ള ഒരു വലിയ ടേബിൾ ആണെങ്കിൽ നമുക്കിത് പോസിബിൾ അല്ല. ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് സമയം കൺസ്യൂം ആകും അവിടെ. അതിനായിട്ട് നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഉപയോഗിക്കും. ഹോം ടാബിൽ നിന്നും ഫൈൻഡ് ആൻഡ് സെലക്ട് അതിനുശേഷം റീപ്ലേസ് നമുക്കിവിടെ എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ബാലു ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് വിത്ത് എന്താണ്? ബാലുവിനെ തന്നെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, പക്ഷേ അതിൻ്റെ കളർ മാത്രം മാറ്റണം. അപ്പോൾ കളർ മാറ്റാനായിട്ട് ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസിൽ നിന്നും റീപ്ലേസ് എന്ന് പറയുന്ന അതിന് നേരെയുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റിൽ നിന്നും ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ടിൽ നിന്നും കളർ, അപ്പോൾ ഫോണ്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡാണ് കിടക്കുന്നത്, നമുക്കതിനെ ഒരു യെല്ലോ ആക്കി കൊടുക്കാം. യെല്ലോ കൊടുത്തു. നമ്മളിവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ ജസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും യെല്ലോ. ഓക്കെ, ഇനി റീപ്ലേസ് ഓൾ ഓക്കെ കൊടുത്തു. നമുക്കിവിടെ കാണാം, യെല്ലോ കാണാം, പക്ഷേ നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഇത് തന്നെ. ഇനി നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. കൺട്രോൾ എച്ച് ഉപയോഗിച്ചു. നമ്മൾ വീണ്ടും ഇവിടെ വന്നു, ഫോർമാറ്റിലെടുത്തു, കളർ മാറ്റി കൊടുക്കാം. കളർ എന്ത് കളർ കൊടുക്കാം? നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. റീപ്ലേസ് ഇതിനെ സോർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ വീണ്ടും ടേബിളെല്ലാം സെലക്ട് ചെയ്തു, കൺട്രോൾ എ. അതിനുശേഷം നമ്മളിവിടെ വന്നു, സോർട്ടിൽ വന്നു, കസ്റ്റമൈസ് ചെയ്തു. ഈ രണ്ട് ഓപ്ഷൻ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഡിലീറ്റ് ലെവൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആവും. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? കളർ വൈസിലേക്ക് മാറ്റാനായിട്ടാണ്. കളർ വൈസിലേക്ക് എന്താ? സെയിൽസ്മാൻ ആണ് എന്ന് പറയുന്ന കോളമാണ്. കോളത്തിൽ എന്താണ്? ഫോണ്ട് കളറാണ്. കണ്ടോ? ഫോണ്ട് കളറിൽ ഗ്രീൻ വേണം നമുക്ക് ടോപ്പിൽ വരാൻ, ഓൺ ടോപ്പ്. ഓക്കെ അടിച്ചു. നമുക്കിവിടെ കാണാമല്ലോ, ബാലു എന്ന് പറയുന്നത് മേളിൽ വന്നു. ആ ഗ്രീൻ കളർ ഫോണ്ടിലുള്ളതെല്ലാം മേളിൽ വന്നേക്കുന്നു. ഇനി അടുത്ത എന്താ പറയുന്നത്? അപ്ലൈ സെൽ കളർ ഓൺ സെയിൽസ് റെപ്പ് ആൻഡ് സോർട്ട് ബൈ സെൽ കളർ. സെയിൽസ് റെപ്പ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ തന്നെയാണ്. ഇനി നമുക്ക് സിബിനെ എടുക്കാം. സിബിൻ എന്ന് പറയുന്ന ആ ഒരു സെല്ല് നമുക്ക് കളർ ചെയ്യണം. സെല്ലിന് കളർ കൊടുക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും നമുക്ക് റീപ്ലേസ് ഉപയോഗിക്കാം. കൺട്രോൾ എച്ചിൽ വന്നു. നമ്മൾ ആരെയാണോ മാറ്റുന്നത്, സിബിൻ, ഒന്നെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു സെല്ല് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. പേസ്റ്റ് ചെയ്തു, വീണ്ടും പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സെല്ലാണ് കളർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നേരത്തെ ഫോണ്ടിൻ്റെ അതേ ഓപ്ഷൻ കിടപ്പുണ്ട്, അത് നമുക്ക് കളയാനായിട്ട് ഇവിടെ വന്ന് ക്ലിയർ അടിക്കുക. ഇനി സെല്ലാണ് നമുക്ക് കളർ വരുത്തേണ്ടത്. അതിനായിട്ട് ഫില്ലിൽ വരിക, നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തു, ഓക്കെ അടിച്ചു, റീപ്ലേസ് ഓൾ. അപ്പോൾ സിബിൻ എന്ന് പറയുന്ന സെല്ലെല്ലാം യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോർട്ട് ചെയ്യാം. സെയിൽസ്മാൻ, ഇവിടെ സെൽ കളറാണ് സെലക്ട് ചെയ്യുന്നത്, യെല്ലോ. ഓക്കെ, സിബിൻ താഴെ കിടക്കുന്ന സിബിൻ വരെ മേളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാം, നമ്മുടെ ആദ്യത്തെ കണ്ടീഷനായിരുന്നു ബാലു കളർ മേളിൽ വരണം എന്നുള്ളത്, പിന്നെ സെൽ കളർ മേളിൽ വരണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ വന്നേക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അപ്ലൈ സെൽ ഐക്കൺ ഓൺ എമൗണ്ട് ദെൻ സോർട്ട് ബൈ സെൽ ഐക്കൺ. അതായത് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ ഐക്കൺ കൊണ്ടുവരണം എന്നുള്ളത്. അതിനായിട്ട് വീണ്ടും നമ്മൾ കൺട്രോൾ എ
കൺട്രോൾ എയിൽ വന്നതിന് ശേഷം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ക്ലിക്ക് ചെയ്തു, നമ്മൾ ഐക്കൺ ഇനി എടുക്കുകയാണ്. ഇനി ഏത് ഐക്കൺ വേണമെന്നുള്ളത് നമുക്ക് ഈ ഐക്കൺ കൊടുക്കാം അല്ലേ. ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഐക്കൺ വന്നതായിട്ട് കാണാം. ഒന്നെങ്കിൽ ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ എമൗണ്ട് എന്ന് പറയുന്ന കോളം മാത്രമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം കുറച്ച് ഡൗൺവേർഡ് ആരോ, കുറച്ച് റൈറ്റ്, കുറച്ച് അപ്വേർഡ്, അങ്ങനെ കാണാം. ഇതെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഡേറ്റ നമ്പർ ഫിഗർ ആയതുകൊണ്ട് നമ്മുടെ എക്സൽ അതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കും. അതായത് 33.333 എന്ന് പറഞ്ഞ് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ ഏറ്റവും കൂടിയ വാല്യൂവിന് അപ്പർ ആരോയും ഏറ്റവും കുറഞ്ഞ വാല്യൂസിന് ഡൗൺ ആരോ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ സോർട്ടിങ് പഠിച്ചു, റീപ്ലേസ്മെൻറ്റ് പഠിച്ചു, അതുപോലെ ഇനി ഫൈൻഡ് കണ്ടു കാണും. കൺട്രോൾ എച്ച് ആണ് റീപ്ലേസ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫൈൻഡും കിടപ്പുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. അതല്ലാതെ തന്നെ കൺട്രോൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടും ഫൈൻഡിങ്ങിലോട്ട് വരാം. നമുക്കിവിടെ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫൈൻഡ് വാട്ട്, സിബിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ഓൾ അടിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, സിബിൻ എവിടെയാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനി മാർച്ച്, വേറൊന്നും നമുക്ക് നോക്കാം. മാർച്ച് കണ്ടല്ലോ, ഇവിടെ കാണാം. ഇനി ഫൈൻഡ് ഓൾ ആണെങ്കിൽ ഇവിടെ കാണിക്കും. ഇനി ഫൈൻഡ് നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ടേബിളിൽ കാണണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ താഴോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ടേബിൾ സോർട്ടിങ് വഴി പഠിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറിയാൽ എക്സൽ ഷീറ്റ് കിട്ടും.